SFIക്കാര് തച്ചുകൊന്ന് പട്ടിണി ഇട്ടുകൊന്ന് മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛനാണിത്. അച്ഛന് സിദ്ധാർത്ഥനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയും നല്ലൊരു മോനായിരുന്നു സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് അല്ലേ? അന്നും അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം അച്ഛന്ന് വിളിക്കാൻ, എനിക്ക് അച്ഛന്ന് വിളിക്കാനുള്ള പ്രായമൊന്നുമില്ല, പക്ഷേ എത്രയും നല്ലൊരു മകൻ്റെ അച്ഛനായിട്ടുള്ളൊരു അച്ഛനെ അച്ഛന്ന് തന്നെ വിളിക്കണം. അച്ഛൻ ഗൾഫിലായിരുന്നു, എല്ലാ ദിവസവും മോനുമായിട്ട് സംസാരിക്കും. കാരണം 2 ആൺകുട്ടികളാണ്. ആ ഒരവസ്ഥയിൽ വീട്ടിൽ നിൽക്കുമ്പം വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ നിയമമൊന്നും പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അച്ഛൻ പറഞ്ഞ കാര്യമുണ്ട്, സിദ്ധാർത്ഥനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. സിദ്ധാർത്ഥനെ ഒരു ദിവസം വിളിച്ചിട്ട് പറയാം, എന്താ പറഞ്ഞ മുടി കിട്ടണം മുടി. അത് ഞാൻ ഗൾഫിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ മുടി വളർത്തിക്കോട്ടെ. കാരണം വന്ന് 2019-20 സമയത്ത് കോവിഡ് ആയിരുന്നു, എല്ലാ ക്ലാസ്സും അടച്ചു, ഒന്നുമില്ല, സ്കൂളിലൊന്നും പോകുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു മുടി വളർത്തിക്കോട്ടെ. അവന് നല്ല മുടി വളരുമെന്ന് അവനെ അറിയാം, ഭയങ്കരമായിട്ട് നല്ല തിക്കായിട്ട് വളരും, നല്ല സുന്ദരനായിരുന്നു. ആ സമയത്ത് അവൻ പ്രായത്തിൽ കവിഞ്ഞ് ഞാൻ പക്വത, അതിനു മുമ്പേ തന്നെ അവൻ തടിയും വന്നു. അവന്റെ സമയത്തിന് അവൻ ആ പക്വത വരണതിന് മുമ്പേ തന്നെ അപ്പോൾ മുടി വളർത്തുന്നത് ഞാൻ ആരും കൂസാക്കൂല. അത് ആരും വന്നിട്ട് ഈ പറയുമ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് ആന കുത്താന്നാലും അല്ലെങ്കിൽ സുഖം വന്ന് നിന്ന് കഴിഞ്ഞാൽ അവൻ പേടിക്കൂല, വേണമെങ്കിൽ കൊന്നിട്ട് പോടാന്ന് പറയും. ആ ഒരു പ്രകൃതമാണ്. അവൻ കണ്ണിൽ നോക്കിയിട്ട് ആർക്കും സംസാരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പവറാണ്. അപ്പോൾ മുടി വളർത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ഇടാ നീ ഇത്ര കൊള്ളാം, ഇപ്പോഴേ കാണാൻ കൊള്ളാം, കുഴപ്പമില്ല. അത് മുടി വളർത്തുമ്പോഴേ ആൾക്കാർ പറയില്ലേ ഇത് കഞ്ചാവാണ് മറ്റേയാണെന്നൊക്കെ പറയുന്നത്, ഇങ്ങനെ കളിയാക്കൂലേ. അപ്പോൾ ഇല്ല അച്ഛാ, ആ രീതിയിലല്ലേ ഞാൻ വളർത്തുന്നത്, ഞാൻ മര്യാദയ്ക്ക് വളർത്തിക്കോളാം. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് വളർത്തിയപ്പോൾ എന്നെ കാണിച്ചു തന്നു, എങ്ങനെ കൊള്ളാമോ, നല്ല ഒതുക്കി കെട്ടി ബോ എല്ലാം വെച്ചിട്ട് ബാക്കിലോട്ട്. ഞാൻ ഇത് കുഴപ്പമില്ല, സൂപ്പർ അഴിച്ചിട്ടുണ്ട് പറയുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ തേച്ച് ഒതുക്കി വെച്ചോളണം. അത് ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വളർന്നങ്ങ് പന്തലിക്കും പോലെ അങ്ങ് ആയി. അപ്പോൾ ആ നീറ്റിൻ്റെ എക്സാമും സമയത്ത് അടുപ്പിച്ചായി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വെട്ടിക്കള, ഇതിങ്ങനെ നടന്ന് ശരിയല്ലല്ലോ, വെട്ടിക്കള. ഞാൻ വെട്ടൂല, അമ്മ ഞാൻ വെട്ടാം. അപ്പോൾ അവൻ്റെ അമ്മയും പറയും വെട്ടിക്കള മക്കളെ, ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോഴേ നീറ്റിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് അവന് കോളേജിൽ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എന്നോട് പറയുന്നത്, അച്ഛാ അമ്മയോട് പറയുന്നത്, അമ്മ ഞാൻ വളർത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മുടി ക്യാൻസർ രോഗികൾക്ക് കൊടുക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ വളർത്തിയത്. എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു എൻ്റെ മുടി നല്ലവണ്ണം വളരും. ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി, അതല്ല കണ്ണീരൊന്നും. ഇങ്ങനെ അവൻ്റെ ഈ വാക്ക് അതിനു വേണ്ടിയാണ് വളർത്തിയത്. അല്ലെങ്കിൽ ആരെങ്കിലും അതിനു മുമ്പേ പ്രോത്സാഹിപ്പിക്കണമായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 30-40 വയസ്സായ ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അത് ഇത്രയും ഭംഗിയായിട്ട് വളർത്തിയിട്ട് എന്തിനു കൊടുക്കുന്നത്, വളർത്തിയത് കാരണം പറഞ്ഞത് ക്യാൻസർ രോഗികൾക്ക് എനിക്ക് കൊടുക്കണം. അതുകൊണ്ട് ഇത്രയും ഏകദേശം 50 സെൻറ്റിമീറ്റർ 45 സെൻറ്റിമീറ്റർ കഴിഞ്ഞു. എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്, ഏത് രീതിയിൽ പോകാൻ പറ്റും. അത്യാവശ്യം വളരെ സന്തോഷം തോന്നി. അവിടെ പോയിട്ട് നമ്മളൊരു ബ്യൂട്ടി പാർലർ അന്വേഷിച്ചപ്പോൾ അവർ എന്നെ കട്ട് ചെയ്ത്, അവർ എന്നെ പാക്ക് ചെയ്ത് റെഡിയാക്കി. അതിന് എനിക്ക് അതിശയം തോന്നി, എന്തിനാണ് ഇവ ഇങ്ങനെ പരിപാലിക്കുന്നത് മുടിയെ. അവരുടെ ഉള്ളിലുണ്ടായിരുന്നു, നല്ലവണ്ണം കഴുകുന്നു, ഒരു പേനോ അല്ലെങ്കിൽ ഒരു താരനോ ഒന്നും ഒരു പേടിയില്ല. മരണത്തിൽ പേടി ഉണ്ടെങ്കിൽ അവന്മാരെ കാലിൽ കൈവച്ച് എന്നെ രക്ഷപ്പെടുത്തി ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞിട്ട് അവന്മാരെ ഇംഗിതത്തിന് വഴങ്ങിയനെ. നെഞ്ചുറപ്പും നട്ടല്ലൊന്നും ഇതുപോലുള്ള ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ അഥവാ. അതുകൊണ്ട് തന്നെയാണ് അവൻ ധീരനായിട്ട് പോയെന്ന് ഞാൻ പറയാം. രാജ്യത്തിന് വേണ്ടി പോയി തന്നെ പറയാം. രാജ്യത്തിന് വേണ്ടി പോകുന്നത് ശരിക്കും ഞാൻ ഏകദേശം 14-15 വർഷത്തോളം കൊണ്ടുവരും. അവൻ തന്നെയാണ് അവന്റെ നിർദ്ദേശം അനുസരിച്ച് എനിക്ക് കഴിക്കാറുള്ളൂ. ഇല്ല അവൻ പറയും ഇപ്പൊ കഴിക്കണോ, ഇന്ന് കഴിച്ചോ അല്ലെങ്കിൽ ഇന്ന് വേണ്ട ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതിനപ്പുറം പോകാൻ പറ്റില്ല. അവൻ നോക്കി അവന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോകും. ആ രീതിയിലാണ് പറയും. വേണ്ട, നല്ല മോനായിരുന്നു, ഇത്രയ്ക്ക് നല്ല മോനായിരുന്നു. കൂട്ടുകാരെന്നുള്ള നമ്മൾ അച്ഛനും മോനായിട്ടുള്ള ബന്ധമൊന്നും ഇവിടെ ഇല്ല. കൂട്ടുകാരെന്നുള്ള രീതിയില്ല. എടാ പോടാന്ന് എന്നെ വിളിക്കുള്ളൂ, വല്ലപ്പോഴേക്കും അച്ഛാന്ന് വിളിക്കുള്ളൂ. ഇവിടെ പോണ്ട, ഇവിടെ നിൽക്കുമ്പോൾ എവിടെ പോണ്ടാന്ന് പോയിട്ട് ഇപ്പോൾ വരാണെന്ന് പറയും. അച്ഛാന്ന് വല്ലപ്പോഴേക്കും വിളിക്കുള്ളൂ. ആ ഒരു ബന്ധമാണ് നമ്മൾ. അതൊന്ന് എന്തായാലും നമുക്ക് നീതി കിട്ടണം, അതൊരു ആവശ്യമാണ്. നീതി കിട്ടണം. നീതിക്ക് വേണ്ടിയിട്ട് സർക്കാരിന്റെ നീതി ഒട്ടും കിട്ടില്ല, അതെനിക്ക് നല്ലവണ്ണം അറിയാമല്ലോ. സർക്കാരിന്റെ നീതി കിട്ടുമെങ്കിൽ ഞാൻ ഈ CBI ഓടേണ്ട കാര്യമില്ല. സർക്കാരിനെ മാത്രം നോക്കിയാൽ മതിയല്ലോ. സർക്കാരിന്റെ നീതിക്ക് വേണ്ടി എവിടെ വരെ പോകും. ഞാൻ ഒരുത്തനെ പേടിക്കുകയില്ല. എന്നെ വേണ്ടി വന്ന് എന്നെ ചിലപ്പോൾ അവരെന്നെ വെട്ടി വന്ന് കളയാം, അത് ചിലപ്പോൾ ബോംബർ ചെന്ന് കളയാം. അതിനപ്പുറം എനിക്ക് നടക്കൂല. ഞാൻ ഒരുത്തനെയും പേടിക്കും. സിദ്ധാർത്ഥന്റെ അച്ഛനല്ലേ? ഞാൻ പേടിക്കില്ല, പോയേ പറ്റുള്ളൂ.